വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 3, 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ കെട്ട് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ നിന്ന് ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ മറ്റു പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു. എളിമ സത്യത്തിൽ അധിഷ്ഠിതം. ക്രൈസ്തവ ജീവിത പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും സുപരിചിതമായ ഒരു പദമാണ് എളിമ എന്നുള്ളത്. എളിമയെ ഒരു സുഹൃതമായിട്ട് നോക്കിക്കാണാനും ജീവിതത്തിൽ വളരെ കാര്യമായി അനുവർത്തിക്കേണ്ട ഒന്നാണ് എന്നൊക്കെ പറയുമ്പോഴും എളിമയുടെ അടിസ്ഥാനം സത്യമാണെന്നും യഥാർത്ഥ സ്ഥിതി വ്യവസ്ഥകളില്ലാതെ അംഗീകരിച്ച് ആവശ്യമാണെങ്കിൽ അത് പ്രഘോഷിക്കാനും സാധിക്കുക എന്നുള്ളതാണ് എളിമയുടെ നിദാനം എന്നുള്ളത് പലപ്പോഴും പ്രായോഗിക ജീവിതത്തിൽ മറന്നുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എളിമയെ സാമാന്യം വൈകാരികമായി നോക്കിക്കാണാനാണ് ഇടവരുന്നത്. അതിന് സ്വാഭാവികത എന്നതിനേക്കാൾ ഒരുതരം കൃത്രിമത്വം അതിന്റെ പ്രകാശനത്തിൽ നിഴലിക്കാൻ ഇടവരുന്നത് കൊണ്ട് എളിമ തന്നെ എളിമയ്ക്കെതിരായിട്ടുള്ള സാക്ഷ്യം വഹിക്കുന്ന പ്രക്രിയയായിട്ട് തീരുന്നു സാധാരണക്കാരുടെ സാമാന്യ ജീവിതത്തിൽ. യഥാർത്ഥത്തിൽ എളിമ എന്താണെന്നും എങ്ങനെയാണ് അത് പ്രകാശിതമാക്കേണ്ടതെന്നും കാണിക്കുന്ന ഒന്നാം തരം ഒരു ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണം വിചാരിക്കാൻ. യേശുവിനെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിക്കപ്പെട്ട യോഹന്നാൻ മാംദാനിയുടെ ജീവിതവും ജീവിത വീക്ഷണങ്ങളും കണ്ടും കേട്ടും തഴക്കം വന്ന ജനങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനായ യേശുക്രിസ്തു തന്നെയാണോ യോഹന്നാൻ എന്ന ധാരണയിലാണ് അവരെത്തിച്ചേർന്നത്. തികച്ചും ആത്മാർത്ഥമായിട്ടുള്ളതായിരുന്നു ജനങ്ങളുടെ ഈ ധാരണ യോഹന്നാനെ പറ്റി. അവർ അത് പ്രകടിപ്പിക്കാനും ശങ്ക കാണിച്ചില്ല. അവരുടെ ഈ ധാരണയുടെ പ്രകാശനത്തിനോട് യോഹന്നാൻ മാംദാനിക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷം. യോഹന്നാൻ അവരോടായിട്ട് പറയുന്നു, ഞാൻ നിങ്ങൾ പരാമർശിക്കുന്ന യേശുക്രിസ്തു അല്ല. യേശുക്രിസ്തുവിനെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ദാസൻ മാത്രമാണ് ഞാൻ. അവനാണ് അഭിഷിക്തൻ, അവനാണ് ഉന്നതൻ, അവനാണ് ശ്രേഷ്ഠൻ. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അനുകരിക്കേണ്ടത്. ഇതാണ് യോഹന്നാന്റെ ഉത്തരം. യോഹന്നാൻ ഇത് വെറും ജാടയോ കൃത്രിമോ ഏതെങ്കിലും കാര്യസാധ്യത്തിനു വേണ്ടിയോ പുറപ്പെടുവിച്ച പ്രസ്താവനയായിട്ട് ഒരിക്കലും കരുതാവുന്നതല്ല. തുടർന്നുള്ള യോഹന്നാന്റെ ജീവിതത്തിലൂടെ അത് പ്രകാശിതമാകുന്നുണ്ട്. സത്യസന്ധമായ രീതിയിൽ തനിക്ക് തന്നെ പറ്റിയുള്ള യഥാർത്ഥ അവബോധം മറ്റുള്ളവരോട് പറയാനുള്ള ആർജവത്വം യോഹന്നാനുണ്ടായി. യഥാർത്ഥ സ്ഥിതി മറ്റുള്ളവർ പറയാൻ ഒരു തരത്തിലും വിമുഖത യോഹന്നാൻ കാണിക്കുന്നില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ അംഗീകാരവും സ്ഥാനവും യോഹന്നാനെ തേടിയെത്തി. എന്നിട്ടും യോഹന്നാന്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് വെളിപ്പെടുത്താനും അതിൽ ഉറച്ചു നിൽക്കാനും സാധിക്കുന്ന പക്വമായ ഒരു മനസ്സിന്റെ ഉടമ. ഇവിടെ യോഹന്നാനിൽ നാം പ്രത്യേകം കാണുന്നത് അപരനെ തന്നേക്കാൾ ശ്രേഷ്ഠനായി കാണാൻ സാധിക്കുന്ന ഒരു മനസ്ഥിതി, അപരനെ വ്യവസ്ഥയില്ലാത്ത വിധത്തിൽ അംഗീകരിക്കുന്ന ഒരു തുറന്ന മനസ്ഥിതി. ഇതൊക്കെയാണ് എളിമ എന്ന ആ യാഥാർത്ഥ്യം ജീവിതത്തിൽ അനുവർത്തിക്കുന്ന വ്യക്തികളിൽ തെളിഞ്ഞു വരിക.
മറിച്ച് ചിന്തിക്കാൻ തക്കതായ കാരണങ്ങളില്ലെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതാനും അവസരങ്ങൾക്ക് ഒത്ത് നമ്മുടേതായിട്ടുള്ള തനിമ കൈവിടാതെ അതിൽ ഉറച്ചു നിൽക്കാനും സാധിക്കുന്നൊരു മനസ്ഥിതി സാധാരണ ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ട വലിയ ഒരു സന്ദേശം, ജീവിതശൈലി, അനുവർത്തിക്കേണ്ട ജീവിതത്തിന്റെ വലിയൊരു ആദർശം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള അലകൾ സൃഷ്ടിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതവും ശ്രേഷ്ഠകരമായി തീരുന്നത് കാണാൻ ഇടവരും.